വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നവരാത്രിയുടെ നിറവിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ ആയിരക്കണക്കിന് കുരുന്നുകൾ വാഗ്ദേവതയുടെ സന്നിധിയിൽ എത്തി. നവരാത്രി ആഘോഷം. ക്ഷേത്രങ്ങൾ ഭക്തിസാന്ദ്രമായി. ഭക്തിയുടെ നിറവിൽ ആയുധപൂജ നടന്നു. അഴിമതിയുടെ കാര്യത്തിൽ കോൺഗ്രസും ബിജെപിയും മത്സരിക്കുകയാണെന്ന് കോടിയേരി. വിലക്കയറ്റം ചെറുക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നില്ലെന്ന് കോടിയേരി. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് കനത്ത സുരക്ഷ ഉറപ്പാക്കും. 321 പ്രശ്നബാധിത ബൂത്തുകൾ ഉള്ളതായി ജില്ലാ കളക്ടർ. നഗരസഭ ആസ്ഥാനം ഉൾപ്പെടെയുള്ള വാർഡിൽ മത്സരം കനക്കും. സ്വതന്ത്ര സ്ഥാനാർത്ഥി സി യൂസഫ് ഹാജിക്ക് INL ഇടതുപക്ഷ പിന്തുണ. അജാനൂർ ഭരണം പിടിക്കാൻ UDF. കരുത്തു പകരാൻ PP നസീമ ടീച്ചർ. പച്ചക്കറികൾ തോൽക്കും, നമ്മുടെ പപ്പായയ്ക്കു മുന്നിൽ. ചോയ്യങ്കോട്ടെ MD ജോസഫിന്റെ കൃഷിയിടത്തിൽ പപ്പായ സമൃദ്ധി. വാർത്തകൾ വിശദമായി. വാഗ്ദേവതയായ മൂകാംബിക ദേവിയുടെ സന്നിധിയിൽ അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ കുരുന്നുകളെത്തി. ക്ഷേത്രത്തിൽ പ്രധാന ഉത്സവമായ രഥാരോഹണ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. മഹാനവമി ദിവസത്തിൽ പുലർച്ചെ 3 മണി മുതൽ തന്നെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപത്തിൽ മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ നീണ്ട നിരയാണ് കാണാനായത്. പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ ക്ഷേത്രതന്ത്രി നിത്യാനന്ദ അടികയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രത്തിലെ ജ്യോതിഷപ്രകാരം മഹാനവമി ദിനത്തിലാണ് ഇത്തവണ വിദ്യാരംഭ ചടങ്ങുകൾ നടന്നത്. പുഷ്പാലങ്കൃതമായ രഥത്തിൽ ദേവിയെ എഴുന്നള്ളിക്കുന്ന രഥാരോഹണ ചടങ്ങ് ദർശിക്കാനും ആയിരങ്ങളാണ് ഇത്തവണയും കൊല്ലൂരിലെത്തിയത്. രഥത്തിൽ നിന്നും വലിച്ചെറിയുന്ന നാണയത്തുട്ടുകൾ സ്വന്തമാക്കാൻ ഭക്തർ കൈയുയർത്തുന്ന ദൃശ്യം നയന മനോഹരമായിരുന്നു. വിദ്യാരംഭ ചടങ്ങുകളോടെ കൊല്ലൂരിലെ 9 നാൾ നീണ്ടുനിന്ന നവരാത്രി ആഘോഷത്തിന് പരിസമാപ്തിയായി. നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി മഹാനവമി ദിനാഘോഷം ക്ഷേത്രങ്ങളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. ആയുധപൂജയും നടന്നു. ദേവീസ്തുതികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ക്ഷേത്രങ്ങളിൽ മഹാനവമി ആഘോഷം നടന്നു. ദുർഗാദേവിയുടെയും ലക്ഷ്മി ദേവിയുടെയും സരസ്വതി ദേവിയുടെയും സാന്നിധ്യങ്ങളെ സങ്കല്പിച്ച് വിവിധ പൂജാകർമ്മങ്ങൾ നടന്നു. ദേവീക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു. ഹോസ്തൃക്ക് മാരിയമ്മൻ ക്ഷേത്രത്തിൽ വാഹന പൂജ നടന്നു. 100 കണക്കിന് വാഹനങ്ങളാണ് ഇവിടെ പൂജക്കായി എത്തിച്ചത്. ക്ഷേത്രം മേൽശാന്തി സുബ്രഹ്മണ്യൻ നമ്പൂതിരി ആയുധ പൂജയ്ക്ക് കാർമ്മികത്വമേകി. നിട്ടടുക്കം മാരിയമ്മ ദേവി ക്ഷേത്രത്തിൽ മഹാനവമി ദിനത്തിൽ പ്രത്യേക പൂജകൾ നടന്നു. വാഹന പൂജയും നടന്നു. തുടർന്നൊരുക്കിയ അന്നദാനത്തിൽ 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. വിദ്യാരംഭ ദിവസമായ വിജയദശമി നാളിൽ രാവിലെ 8:30 കുമ്പള ആരിക്കാടി ചക്രപാണി ദേവപൂജിത്തായരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ചണ്ഡികാ ഹോമം നടക്കും. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. വിലക്കയറ്റം തടയാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. വെള്ളച്ചാലിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ എത്തി. അഴിമതിയുടെ കാര്യത്തിൽ കോൺഗ്രസ് പത്മഭൂഷൺ നേടിയെങ്കിൽ BJP പത്മവിഭൂഷൺ സ്വന്തമാക്കിയതായി കോടിയേരി പരിഹസിച്ചു. കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചപ്പോൾ 21 ലക്ഷം കോടി രൂപയുടെ അഴിമതി കാണിച്ചു. അഴിമതിയിൽ കോൺഗ്രസ് പത്മഭൂഷൺ നേടിയവരാണ്. BJP 17 മാസക്കാലം കൊണ്ട് അഴിമതിയിൽ പത്മവിഭൂഷൺ നേടിക്കഴിഞ്ഞില്ലേ?
വ്യാപം കുംഭകോണം, ലളിത് മോദി കുംഭകോണം, മഹാരാഷ്ട്രയിലെ 2 മന്ത്രിമാർ അഴിമതി കേസിൽ, ഛത്തീസ്ഗഡിലെ BJP മുഖ്യമന്ത്രി 36,000 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ, ഇങ്ങനെ സർവത്ര അഴിമതി. അതാണ് BJP ഭരണത്തിൽ നാം കണ്ടത്. തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ ഇരുകൂട്ടർക്കും ശക്തമായ മറുപടി നൽകുമെന്നും കോടിയേരി പറഞ്ഞു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനായി പോലീസ് സുരക്ഷ കർശനമാക്കും. ജില്ലയിലെ 321 പ്രശ്നബാധിത ബൂത്തുകൾ ഉള്ളതായി ജില്ലാ കലക്ടർ അറിയിച്ചു. ഇത്തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനായി ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനാണ് ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുള്ളത്. 321 പ്രശ്നബാധിത ബൂത്തുകളിൽ 31 എണ്ണത്തെ അതീവ പ്രശ്നബാധിത ബൂത്തുകളായി പോലീസ് വിലയിരുത്തിയിട്ടുണ്ട്. സുരക്ഷയ്ക്കായി 2362 അംഗ പോലീസ് സേനയെ നിയോഗിച്ചതായി ജില്ലാ കലക്ടർ അറിയിച്ചു. 321 സെൻസിറ്റീവ് ബൂത്തുകളും 31 ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള ബൂത്തുകളും. ഇവിടെ ഇപ്പോൾ നമ്മൾ പോലീസിൻ്റെ ഒരു കർശനമായിട്ടുള്ളൊരു ഇതുണ്ടാവും. 2362 പേരാണ് പോലീസുകാരെയാണ് അതിന് അവിടെ നിയോഗിക്കുന്നത്. ജില്ലാ പോലീസ് ചീഫിന്റെ നേതൃത്വത്തിൽ 6 DYSPമാരും 11 ഇൻസ്പെക്ടർമാരും 561 സ്പെഷ്യൽ പോലീസുകാർ ഉൾപ്പെടെയുള്ളവർ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നേതൃത്വമേകും. 64 പോലീസ് പിക്കറ്റ് പോസ്റ്റുകൾ ഏർപ്പെടുത്താനും തീരുമാനമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭരണ നേട്ടങ്ങൾ വോട്ടാക്കി മാറ്റാൻ PP നസീമ ടീച്ചർ. തിളക്കമാർന്ന വിജയം നൽകാൻ UDF പ്രവർത്തകർ. ഭരണരംഗത്തെ പ്രായോഗികതയും നേട്ടങ്ങളും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷക്കാലം പഞ്ചായത്ത് ഭരണത്തിന് നേതൃത്വമേകിയ PP നസീമ ടീച്ചർ വോട്ട് തേടി ഇറങ്ങുന്നത്. ചിത്താരി വാർഡിൽ നിന്നും മത്സരിക്കുന്ന നസീമ ടീച്ചർ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് മത്സരരംഗത്ത് സജീവമാകുന്നത്. മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായ പഞ്ചായത്ത് ഭരണത്തിന്റെ നേട്ടങ്ങൾ വോട്ടായി പ്രതിഫലിക്കുമെന്ന് നസീമ ടീച്ചർ പറയുന്നു. കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ഒരു തുടർ ഭരണത്തിന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ വേണ്ടി നടപ്പിലാക്കിയ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അവരുടെ മുമ്പിൽ ഞങ്ങൾക്ക് നിരത്തി വെക്കാനുണ്ട്. അതുപോലെ തന്നെ ഇനിയും തുടർന്ന് അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഈ ഭരണസമിതി തന്നെ അധികാരത്തിൽ വരണം എന്നുള്ളൊരു ആഗ്രഹവും ജനങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു ആവേശത്തിലാണ് ഇത്രയും ആളുകൾ, ചെറിയ കുട്ടികളടക്കം ഞങ്ങളുടെ കൂടെ ഇറങ്ങി വോട്ടഭ്യർത്ഥിക്കാൻ വേണ്ടി നടക്കുന്നത്. മാലിന്യ സംസ്കരണ രംഗത്ത് മാതൃക സൃഷ്ടിക്കാനായതും സർട്ടിഫിക്കറ്റുകൾ എളുപ്പത്തിൽ ലഭ്യമാക്കാനായതും ISO അംഗീകാരം നേടിയതുമെല്ലാം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് UDF നേതാക്കൾ വോട്ട് തേടുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ നേടിയെടുത്ത തിളക്കമാർന്ന വിജയങ്ങളും അവർ എടുത്തു പറയുന്നുണ്ട്. അവിശ്വാസ പ്രമേയത്തെ തോൽപ്പിച്ച് ഭരണരംഗത്ത് നിലനിൽക്കാനായതുമെല്ലാം ജനങ്ങളിലെത്തിക്കാൻ UDF നേതാക്കൾ ശ്രമിക്കുന്നുണ്ട്. 5 വർഷക്കാലം കൊണ്ട് ജില്ലയിലാകെ അറിയപ്പെടാൻ സാധിച്ച PP നസീമ ടീച്ചറുടെ പ്രാഗൽഭ്യം തെരഞ്ഞെടുപ്പിലൂടെ തിളക്കമാർന്ന വിജയത്തിന് വഴിയൊരുക്കുമെന്ന് UDF നേതൃത്വം വിശ്വസിക്കുന്നു. സ്വതന്ത്രനായി മത്സരിക്കുന്ന C യൂസഫ് ഹാജിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. LDF INL പിന്തുണയോടെയാണ് യൂസഫ് ഹാജി മത്സരിക്കുന്നത്. സ്വതന്ത്രനായി മത്സരിക്കുന്ന C യൂസഫ് ഹാജിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമായി. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം തുടങ്ങി. നഗരസഭ ആസ്ഥാനം ഉൾപ്പെടുന്ന വാർഡിൽ തീപ്പാറുന്ന പോരാട്ടത്തിനാണ് തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കുന്നത്. LDF INL പിന്തുണ കൂടി ലഭിച്ചതോടെ വിജയപ്രതീക്ഷ വർദ്ധിച്ചതായി C യൂസഫ് ഹാജി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് K വേണുഗോപാലൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ കാഞ്ഞങ്ങാട് പട്ടണത്തിൻ്റെ ആ പന്തലും തൊട്ടറിഞ്ഞ വ്യക്തി എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് മറ്റാരെങ്കിലും മത്സരിക്കുന്നതിനേക്കാൾ യൂസഫ് ഹാജിയെ പോലുള്ള ആൾക്കാർ ഈ രംഗത്ത് വന്ന് മത്സരിച്ച് വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ നഗരത്തിന്, പട്ടണത്തിന് പല മാറ്റങ്ങളും പുതിയ പുതിയ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യാനൊക്കെ സാധിക്കും. ബാലകൃഷ്ണൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, VV രമേശൻ, C യൂസഫ് ഹാജി, സിദ്ധാർത്ഥ് രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. മദർ ഹോസ്പിറ്റലിന് സമീപമാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചിലവുകൾ കൃത്യമായി അധികാരികളെ അറിയിക്കണമെന്ന് കർശന നിർദ്ദേശം. കണക്കുകൾ ബോധിപ്പിക്കാത്തവരെ 5 വർഷത്തേക്ക് അയോഗ്യരാക്കും. നാമനിർദ്ദേശം ചെയ്തതു മുതൽ ഫലപ്രഖ്യാപനം വരെയുള്ള ദിവസങ്ങളിൽ ചെലവഴിക്കുന്ന തുകയാണ് തെരഞ്ഞെടുപ്പ് ചിലവായി കണക്കാക്കുന്നത്.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചെലവ് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ കർശന നിർദ്ദേശങ്ങൾ നൽകി. സ്ഥാനാർത്ഥി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ദിവസം മുതൽ ഫലപ്രഖ്യാപനം വരെയുള്ള ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി, ഏജന്റ്, സ്ഥാനാർത്ഥിക്കു വേണ്ടി മറ്റാരെങ്കിലും എന്നിവർ ചെലവഴിക്കുന്ന തുകയാണ് തെരഞ്ഞെടുപ്പ് ചെലവ്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത്, നഗരസഭാ വാർഡുകളിലെ സ്ഥാനാർത്ഥികൾക്കും യഥാക്രമം 10,000, 30,000, 60,000 രൂപയാണ് പരമാവധി ചെലവഴിക്കുന്നത്. ഫലപ്രഖ്യാപനം മുതൽ 30 ദിവസത്തിനകം വിശദവും കൃത്യവുമായ തെരഞ്ഞെടുപ്പ് കണക്ക്, രസീത്, വൗച്ചർ, ബില്ല് എന്നിവയുടെ പകർച്ച സഹിതം ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകണം. വരണാധികാരിയുടെ പക്കൽ നിന്ന് ലഭിക്കുന്ന ഫോമിലാണ് കണക്കുകൾ സമർപ്പിക്കേണ്ടത്. ചെലവാക്കുന്നതിലും എഴുതുന്നതിലും സമർപ്പിക്കുന്നതിലും പിഴവ് വരുത്തുന്ന സ്ഥാനാർത്ഥിയെ 5 വർഷത്തേക്ക് കമ്മീഷൻ അയോഗ്യനായി പ്രഖ്യാപിക്കാം. സ്ഥാനാർത്ഥി നൽകുന്ന കണക്കുകൾ 5 രൂപ ഫീസ് അടച്ച് അപേക്ഷിക്കുന്ന ആർക്കും പരിശോധിക്കാം. 25 രൂപ ഫീസ് നൽകുന്ന കണക്കിന്റെ ഭാഗികമായോ പൂർണ്ണമായോ ഉള്ള പകർപ്പും നൽകും. മറ്റു വാർത്തകളിലേക്ക്. കേളോത്ത് ദേശീയപാതയിൽ ചരക്ക് ലോറി മറിഞ്ഞു. ഡിവൈഡറിൽ തട്ടിയാണ് അപകടം നടന്നത്. ദേശീയപാതയിൽ കേളോത്ത് അപകടം പതിവാകുന്നു. റോഡ് തകർച്ചയാണ് അപകടത്തിന് ഇടയാക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ മംഗലാപുരത്തു നിന്നും വരികയായിരുന്ന ചരക്ക് ലോറി ഡിവൈഡറിൽ തട്ടി മറിഞ്ഞു. ലോറി റോഡിന് കുറുകെ വീണതോടെ വാഹന ഗതാഗതം സ്തംഭിച്ചു. ഒരു വശത്തുകൂടി തിരിച്ചുവിട്ടാണ് വാഹന ഗതാഗതം നിയന്ത്രിച്ചത്. ഡ്രൈവർക്കും ക്ലീനർക്കും നിസ്സാര പരിക്കേറ്റു. 2 ആഴ്ചയ്ക്കുള്ളിൽ 2ാം തവണയാണ് വാഹനങ്ങൾ ഡിവൈഡറിൽ തട്ടി അപകടത്തിൽപ്പെടുന്നത്. നേരത്തെ ഇവിടെ ഗ്യാസ് ടാങ്കറുകൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായിരുന്നു. കാഞ്ഞങ്ങാട് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി അബൂബക്കർ ഹാജിക്ക് യാത്രയയപ്പ് നൽകി. ADS അംഗങ്ങളാണ് യാത്രയയപ്പ് ഒരുക്കിയത്. നഗരസഭയിലെ 12ാം വാർഡ് അംഗം സി അബൂബക്കർ ഹാജിക്ക് ADS പ്രവർത്തകർ യാത്രയയപ്പ് ഒരുക്കി. ചടങ്ങിൽ ആറങ്ങാടി കൂളിയങ്കാൽ കുടുംബശ്രീക്കാരുടെ വകയായി 52 കുടുംബങ്ങൾക്ക് ധനസഹായം നൽകി. SLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ രുചികയെ അനുമോദിച്ചു. ADS പ്രസിഡന്റ് BK ശ്രീജ, ചന്ദ്രാവതി, മുഹമ്മദ് കുഞ്ഞി, മുത്തലീബ്, സുഹൈൽ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ജാനകിക്കുട്ടിക്ക് യാത്രയയപ്പ് നൽകി. കുടുംബശ്രീ ADS പ്രവർത്തകരാണ് യാത്രയയപ്പ് ഒരുക്കിയത്. വാർഡിനകത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് നന്ദി അറിയിക്കാൻ കുടുംബശ്രീ ADS പ്രവർത്തകർ സി ജാനകിക്കുട്ടിക്ക് യാത്രയയപ്പ് നൽകി. തോയമ്മൽ വാർഡിലെ കുടുംബശ്രീ ADS പ്രവർത്തകരാണ് യാത്രയയപ്പ് നൽകിയത്. ADS പ്രസിഡന്റ് കുഞ്ഞിമാണിക്കം അധ്യക്ഷയായി. CDS അംഗം KN ശ്രീദേവി, ADS സെക്രട്ടറി വത്സല എന്നിവർ സംസാരിച്ചു. വ്യത്യസ്തമായ കൃഷിരീതിയിലൂടെയാണ് തൈക്കടപ്പുറത്തെ ശശിധരൻ ശ്രദ്ധേയനായത്. ഇത്തവണ പോളി ഹൗസിലായിരുന്നു ശശിധരന്റെ കൃഷി. 100 മേനി വിളവാണ് ലഭിച്ചതെന്ന് ശശിധരൻ പറയുന്നു. തൈക്കടപ്പുറത്തെ ശശിധരന് കൃഷിയിടത്തിലെ പരീക്ഷണത്തിലാണ് താല്പര്യം. പരീക്ഷണങ്ങളിലെല്ലാം വിജയിച്ച ചരിത്രമാണ് ഇദ്ദേഹത്തിൻ്റെത്. കടുകും ഉരുളക്കിഴങ്ങും ചോളവും ഉള്ളിയുമെല്ലാം വിദൂര സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ എന്നാണ് മുമ്പൊക്കെ നമ്മൾ വിശ്വസിച്ചിരുന്നത്. എന്നാൽ തൻ്റെ കൃഷിയിടത്തും ഈ കൃഷികളെല്ലാം 100 മേനി വിളയിച്ചാണ് ശശിധരൻ നാട്ടുകാർക്ക് അത്ഭുതമായത്. പെയിന്റിംഗ് തൊഴിലാളിയായ ശശിധരൻ രാവിലെയും വൈകിട്ടുമാണ് കൃഷിയിടത്തിൽ സമയം ചെലവഴിക്കുന്നത്. ഇത്തവണ പോളി ഹൗസിലാണ് കൃഷി ഇറക്കിയത്. കക്കരി കൃഷിയിൽ നല്ല വിളവും ലഭിച്ചു. അധ്വാനിക്കാനുള്ള മനസ്സും കൃഷിയോട് സ്നേഹവും ഉണ്ടെങ്കിൽ ഇതെല്ലാം ആർക്കും ചെയ്യാനാകുമെന്ന് ശശിധരൻ സാക്ഷ്യപ്പെടുത്തുന്നു. കാരണം എല്ലാ സ്ഥലത്തും പോളി ഹൗസിലൂടെ ഒരുപാട് പച്ചക്കറികൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ കീടങ്ങൾ കുറവാണ്. പിന്നെ പൂർണ്ണമായിട്ടും 100% ജൈവവളമാണ്. രാസവളം എന്ന പരിപാടി ഈ പച്ചക്കറിക്ക് തീരെ കാണിച്ചിട്ടേ ഇല്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മഴക്കാലങ്ങളിൽ നമുക്ക് എല്ലാ കൃഷിയും, തക്കാളി, പിന്നെ വെണ്ട, അതുകൂടാതെ കക്കിരി, പിന്നെ കയ്പെല്ലാം ഇങ്ങനെ പോളി ഹൗസ് ചെയ്താൽ നമുക്ക് ഒരുപാട് വിളവ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു പോളി ഹൗസിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കൃഷി ചെയ്യുന്നത്. കാരണം അതിലൂടെ ഭയങ്കര വിജയമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് യാതൊരുവിധ കീടനാശിനിയും വേണ്ട, രാസവളം വേണ്ട, പൂർണ്ണമായി ജൈവവളവും പിന്നെ കടലപ്പിണ്ണാക്ക്
പിന്നെ പച്ചച്ചാണകം അങ്ങനെ ആഴ്ചതോറും ഒഴിച്ചു കൊടുക്കുന്നു. അതിലൂടെ നല്ല വിളവ് കിട്ടാൻ. പപ്പായ കൃഷിയിലൂടെ ശ്രദ്ധേയനായ കർഷകനാണ് ചോയങ്കോട്ടെ MD ജോസഫ്. നാട്ടിൽ പച്ചക്കറികൾക്ക് തീവില ഉള്ളപ്പോഴും നാട്ടുകാർക്ക് പേടി വേണ്ട. ജോസഫിന്റെ കൃഷിയിടത്തിൽ പപ്പായ വാങ്ങാൻ നിരവധി പേരാണ് എത്തുന്നത്. നല്ല ഭക്ഷണത്തിനും ആരോഗ്യശീലത്തിനും പപ്പായ ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. പച്ചക്കറികൾ വിഷമയവും വിലക്കൂടുതലും കൊണ്ട് അടുക്കാനാവാത്ത സ്ഥിതിയായതോടെ പപ്പായയ്ക്ക് ആവശ്യക്കാരും ഏറിയിട്ടുണ്ട്. ചോയങ്കോട്ടെ MD ജോസഫിന്റെ വീട്ടിലേക്ക് പപ്പായ വാങ്ങാൻ പതിവുകാർ തന്നെ നിരവധിയാണ്. പാറപ്രദേശത്ത് മണ്ണിട്ട് കൃഷിയിടമൊരുക്കിയാണ് ജോസഫ് ഇവിടെ അത്യാധ്വാനം ചെയ്യുന്നത്. കൃഷിയെ സ്നേഹിക്കാനുള്ള ഈ മനസ്സിനെ അഭിനന്ദിക്കുന്നവരും കുറവല്ല. എന്തായാലും ജനങ്ങൾ ജൈവകൃഷിയെ ഇഷ്ടപ്പെടണമെന്നും കൃഷിയിലേക്ക് തിരിയണമെന്നും തന്നെയാണ് ജോസഫിന്റെയും അഭിപ്രായം. ജീവിതം ദുരിതത്തിലായ ഒരു കുടുംബം കാരുണ്യമതികളുടെ സഹായം തേടുന്നു. രോഗവും ദുരിതവും തളർത്തിയ കയ്യൂരിലെ തോമസിന്റെ കുടുംബമാണ് ഉദാരമതികളുടെ സഹായം തേടുന്നത്. അസുഖം കാരണം ഒരു കാലം മുറിച്ചു മാറ്റിയ മാത്യു എന്ന തോമസ്, മാനസിക നില തെറ്റി കിടപ്പിലായ ഭാര്യ ഗ്രേസി, എൻഡോസൾഫാൻ ബാധിതനായ മകൻ മാത്യു പയസ് എന്നിവരടങ്ങുന്ന കുടുംബം കടുത്ത ജീവിത ദുരിതത്തിലാണ്. കോട്ടയം സ്വദേശികളായ തോമസും കുടുംബവും 30 വർഷം മുമ്പാണ് കയ്യൂരിലെത്തിയത്. റവന്യൂ വകുപ്പിൽ ജോലി ഉണ്ടായിരുന്ന തോമസിന് പൊടുന്നനെയാണ് ജോലി നഷ്ടപ്പെട്ടത്. ഇതിനിടയിൽ ഭാര്യയ്ക്ക് മാനസികാസ്വാസ്ഥ്യം വന്ന് കിടപ്പിലുമായി. മൂത്ത മകൻ പ്രസാദ് മാത്രമാണ് ഈ കുടുംബത്തിന്റെ ഏക ആശ്രയം. ആയുർവേദ നഴ്സിംഗ് കോഴ്സ് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും ഇവരുടെ പരിചരണത്തിനായി എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കണം എന്ന അവസ്ഥയിലാണ്. 3 പേർക്കും ഇപ്പോൾ അസുഖമാണ്. 3 പേരും കിടപ്പിൽ തന്നെയാണ്. ഇവനിപ്പോൾ സ്കൂളിൽ പോകുന്നുണ്ട്. ചാച്ചനൊക്കെ ഒറ്റയ്ക്ക് തന്നെ നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നാട്ടുകാരും എല്ലാവരും വന്ന് സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ബന്ധുക്കളും അച്ഛനും ബന്ധുക്കളെന്ന് പറയാൻ ആരുമില്ല. അമ്മയുടെ ബന്ധുക്കളാണ് ഇപ്പോൾ സഹായിക്കുന്നത്. നാട്ടുകാരൊക്കെ എല്ലാവരും വന്ന് ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായിട്ടും എല്ലാം ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. കുടിയേറി വന്ന ആൾക്കാരാണ്. ഇവരിപ്പോൾ ചെറിയൊരു വീടും അതിൻ്റെ ചുറ്റുപാടായിട്ട് താമസിക്കുകയാണ്. ഒരു കൊല്ലി എന്ന് പറയാം. കാരണം അവിടുന്ന് അസുഖമായാൽ റോഡുമ്പിലേക്ക് എത്തിക്കാനും അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനൊക്കെ നാട്ടുകാർ വളരെ കഷ്ടപ്പെട്ടിരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ 1-2 വട്ടം അസുഖം വന്നപ്പോൾ നാട്ടുകാർ സംഘടിക്കുകയും അവർ പിരിവെടുത്ത് ചികിത്സയ്ക്ക് വേണ്ടി എല്ലാ സഹായമൊക്കെ ചെയ്തിട്ടുണ്ടായി. അങ്ങനെ 1-2 പ്രാവശ്യം ചെയ്തു. അപ്പോൾ ഇപ്പം നമുക്ക് അവിടുന്ന് ഒരു എടുത്ത് റോഡുമ്പിലേക്ക് എത്തിക്കാനുള്ള അസൗകര്യം കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ക്വാർട്ടേഴ്സിൽ അവരെ താമസിപ്പിച്ചിട്ടുള്ളത്. തൽക്കാലം 1 മാസത്തേക്ക് മാത്രമാണ് ഇവിടെ താമസിക്കാൻ ക്വാർട്ടേഴ്സ് ഉടമകൾ അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള അസൗകര്യമുണ്ട്. അപ്പോൾ അവരെ പുനരധിവസിപ്പിക്കേണ്ടത് ഒരു അത്യാവശ്യമുണ്ട്. അതിനുവേണ്ടി ഇപ്പം നമ്മൾ നാട്ടുകാരെല്ലാം കൂടി ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ SPT അക്കൗണ്ട് ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നാട്ടുകാരുടെ സഹായങ്ങൾ കിട്ടുമെന്നും അവരുടെ പുനരധിവാസം നടത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളിപ്പോൾ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. ദുരിതവും കഷ്ടപ്പാടും അറിഞ്ഞ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സയ്ക്കും ജീവിതത്തിനുമായി സഹായ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. ഇതിനായി SBT ചെറുവത്തൂർ ശാഖയിൽ 67 33 94 13 814 എന്ന നമ്പറിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. പുല്ലൂർ വിഷ്ണുമൂർത്തി ക്ഷേത്ര ഭജന സമിതിയുടെ 33ാം വാർഷികാഘോഷം വെള്ളിയാഴ്ച സമാപിക്കും. രാവിലെ 6 മണിക്ക് ഉദയാസ്തമയ ഭജന, ഉച്ചയ്ക്ക് 12:30 അന്നദാനം, വൈകിട്ട് 6:30 കോവൈ ഗോപാലകൃഷ്ണൻ ദശാവതാരം നൃത്തശില്പം അവതരിപ്പിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നവരാത്രിയുടെ നിറവിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ ആയിരക്കണക്കിന് കുരുന്നുകൾ വാഗ്ദേവതയുടെ സന്നിധിയിൽ എത്തി. നവരാത്രി ആഘോഷം, ക്ഷേത്രങ്ങൾ ഭക്തിസാന്ദ്രമായി. ഭക്തിയുടെ നിറവിൽ ആയുധപൂജ നടന്നു. അഴിമതിയുടെ കാര്യത്തിൽ കോൺഗ്രസും BJPയും മത്സരിക്കുകയാണെന്ന് കോടിയേരി. വിലക്കയറ്റം ചെറുക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നില്ലെന്ന് കോടിയേരി. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് കനത്ത സുരക്ഷ ഉറപ്പാക്കും. 321 പ്രശ്നബാധിത ബൂത്തുകൾ ഉള്ളതായി ജില്ലാ കളക്ടർ.
നഗരസഭാ ആസ്ഥാനം ഉൾപ്പെടെയുള്ള വാർഡിൽ മത്സരം കനക്കും. സ്വതന്ത്ര സ്ഥാനാർത്ഥി സി യൂസഫ് ഹാജിക്ക് INL ഇടതുപക്ഷ പിന്തുണ. അജാനൂർ ഭരണം പിടിക്കാൻ UDF, കരുത്തു പകരാൻ PP നസീമ ടീച്ചർ. പച്ചക്കറികൾ തോൽക്കും, നമ്മുടെ പപ്പായയ്ക്കു മുന്നിൽ. ചോയ്യങ്കോട്ടെ MD ജോസഫിന്റെ കൃഷിയിടത്തിൽ പപ്പായ സമൃദ്ധി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.